നിങ്ങൾ ഇരിക്കുന്ന കസേരക്ക് 4 കാലാണ്, ടീപ്പോയ്ക്ക് 4 കാലാണ്, മേശക്ക് 4 കാലാണ്, ബെഞ്ചിന് 4 കാലാണ്. 4 മൂലക്ക് കാലില്ലേ നിൽക്കൂല. കാല് 4 ഒരു സെറ്റാണ്. അപ്പൊ ഒരു കാല് 4-ൽ 1 4-ൽ 1 കണക്കിന്റെ ടീച്ചർ പഠിപ്പിച്ചത് 1/4, 1/4. 1/4 അല്ലേ കാല്. കാലിന് കാലെന്ന് പേര് വന്നത് 4-ൽ 1 ആയോണ്ടാ. കാലും കാലും കൂട്ടിയാൽ അരയാണ്. ഇതാ എന്റെ ഒരു കാല് പ്ലസ് മറ്റേ കാല് സമം, ഇതല്ലേ അര. 2 കാല് കൂട്ടുന്ന കൊണ്ടാണ് അരയായത്. വാക്കുകൾ വന്നതിനൊരു കാരണമുണ്ട്. എന്റെ നാട്ടിൽ ഈ സാധനത്തിന് പറയാ ബറതാങ്ങി എന്നാ. ബറതാങ്ങി പ്രസംഗിക്കുന്ന ആക്ക് വിറക്കുന്നുണ്ടെങ്കിൽ താങ്ങി പിടിക്കുന്നത് കൊണ്ട് ബറതാങ്ങി. ഈ ഹാളിന്റെ ചുമരെന്ന് പേര് വരാൻ കാരണമുണ്ട്. വെറുതെ ഒരു ചുമർ എന്ന വാക്കുണ്ടായതല്ല. മേൽക്കൂരിയെ ചുമന്ന് നിൽക്കുന്നതാണ് ചുമര്. ദോശക്ക് ദോശ എന്ന് പേര് വരാൻ വെറുതെ ഇട്ടതല്ല പേര്. ദോ എന്ന് പറഞ്ഞാൽ 2 ഹിന്ദിയിൽ. തട്ടിൽ ഒഴിക്കുമ്പോഴും മറച്ചിടുമ്പോ ദോശ, അങ്ങനെയാണ്. ഇതാണ് ഇത്. ഞാനൊരു സ്കൂളിൽ പറഞ്ഞപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് ചോദിക്കുക, എന്നാ പൊറോട്ടക്ക് എങ്ങനെയാ പൊറോട്ട എന്ന് പേര് വന്നത്? പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല പൊറോട്ടയാ, ഉയർത്തിപ്പിടിച്ചു നോക്കുക, അതിന്റെ 2 ഓട്ടയായോണ്ടെന്ന് പറഞ്ഞു. അല്ലേ? പുതപ്പിനെങ്ങനെ പുതപ്പ് എന്ന് പേര് വന്നു? നിങ്ങൾ പുതച്ചാ ഒന്ന് മറിഞ്ഞു കിടക്കുമ്പോൾ പുതപ്പങ്ങ് പോവും. തണുപ്പ് വരുമ്പോൾ ടോർച്ചടിച്ച് നോക്കുവോ? കൊതുകടിക്കുമ്പോൾ ലൈറ്റ് ഇട്ട് നോക്കുവോ? കൈകൊണ്ട് കാലുകൊണ്ട് തപ്പും, പിന്നെയും പോവും. തപ്പ് പോ തപ്പ് പോ തപ്പ് പോ തപ്പ്. വാക്കുകൾ വെറുതെ ഉണ്ടാവുന്നില്ലെന്നർത്ഥം.